ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ മമ്മൂട്ടിയുടെ അമരം 4K റീ റിലീസ് വരെയാണ്. നവംബർ 7-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അമരമൊക്കെ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു സിനിമയാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഒരു ഗംഭീര സിനിമ തന്നെയാണ്. പക്ഷെ റീ റിലീസ് വരുമ്പോൾ തിയേറ്ററിൽ ഇതിപ്പോ കാണാൻ ആർക്കാണ് താല്പര്യം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഫിലിം ലവർ ആണെങ്കിലും അമരം തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കത് കാണണമെന്നില്ല. അമരം ഇപ്പൊ 4K യൂട്യൂബിൽ റിലീസ് ചെയ്താൽ പോലും നമുക്ക് വീട്ടിലിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ഈ സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ. ആ നേരം കൊണ്ട് ബിഗ് ബിയോ രാജമാണിക്യോ ഒക്കെ റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാൻ തന്നെ ഒരു ഓളം ഉണ്ടാവും. അപ്പൊ അമരം തിയേറ്ററിൽ 4K റീവാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നവംബർ 7-ാം തീയതി ഈ സിനിമ റീ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു 4K ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആകെ 45 മിനിറ്റ് ട്രെയിലർ ഉള്ളൂ. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. അമരം നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിൽ 4K അൾട്രാ HD. ശോകൻ നിനക്ക് അവനെ തല്ലണേ ഒരു വടിയെടുത്ത് തല്ലാൻ പാടില്ലായിരുന്നു. നിന്റെ മന്ദം കൈ കൊണ്ട് എന്നാ വീക്കാ വീക്കിയത്. ഗംഭീര പ്രകടനമൊക്കെ ഉണ്ട്. നമ്മളെല്ലാം കണ്ടിരിക്കുന്നതാണ്. തിയേറ്ററിൽ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ. അപ്പൊ മമ്മൂട്ടിയുടെ ഒരു ഗംഭീര സിനിമയാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. കുടുംബ പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. ലോഹിദാസാണ് കഥ എഴുതിയിരിക്കുന്നത്. ഭരതനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി, മുരളി, KPC ലളിത, അശോകൻ, ചിത്ര, മാധു അങ്ങനെ ഒരുപാട് പേരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ മമ്മൂട്ടിയുടെ മാസ്മരിക പ്രകടനം കാണാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ അമരം 4K ഒന്നുകൂടി കാണാം. ഞാനെന്തായാലും കാണുന്നില്ല. എനിക്കൊരു താല്പര്യമില്ല ഈ സിനിമ 4K കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.